ഹായ് ഹലോ, ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങിനെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. പലരും ഇങ്ങനെ മുളപൊട്ടി വരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് കളയാറാണ് പതിവ്. കാനഡയിൽ എത്തിയതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചെടി വളർത്തുന്നത്. കാനഡയിൽ ആകെ 3-4 മാസം മാത്രമേ നമുക്ക് കൃഷി ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ണിൽ കാണുന്നതെല്ലാം ഞാൻ നട്ടു വയ്ക്കാറുണ്ട്. അങ്ങനെ മുളപൊട്ടി വന്ന ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് നട്ടു. അത് ചെടിയായിട്ട് വളർന്നു. അതിനുശേഷം എല്ലാ വർഷവും ഞാൻ ഉരുളക്കിഴങ്ങ് ചെടി നടാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരൊറ്റ ഉരുളക്കിഴങ്ങിൽ നിന്ന് 3-4 ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം. ഉരുളക്കിഴങ്ങോടുകൂടി കട്ട് ചെയ്ത് മണ്ണിൽ നട്ടു വെക്കാം. അല്ലെങ്കിൽ ആ മുളപൊട്ടി വരുന്ന ഭാഗം മാത്രം മണ്ണിൽ കുഴിച്ചു വെച്ചാലും മതി, വളർന്നു വരും. ഇത് മധുരക്കിഴങ്ങ് മുളച്ച് വന്നതാണ്. ഉരുളക്കിഴങ്ങ് എങ്ങനെയാണോ നമ്മൾ നടുന്നത് അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് നടാം. ഇത് മധുരക്കിഴങ്ങ് ചെടിയാണ്. മുളപൊട്ടി വന്നത് ഞാൻ എടുത്ത് നട്ടു വെച്ചതാണ്. കണ്ടോ, പുതിയ പുതിയ ഇലകളൊക്കെ വന്നത് കണ്ടോ? മധുരക്കിഴങ്ങ് മുളപൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേറൊരു മെത്തേഡുണ്ട്. നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ മധുരക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ട് 2 വശത്തായിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇങ്ങനെ മുട്ടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുള പൊട്ടി വരും, വേരൊക്കെ വരും. പിന്നീട് നമുക്ക് ഇതിനെടുത്ത് നട്ടു വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആരും മുളപൊട്ടി വരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് കളയാൻ നിൽക്കണ്ട, അതൊന്നെടുത്ത് നട്ട് വളർത്തി നോക്കിക്കേ. ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.